ഹലോ ഫ്രണ്ട്സ്, എല്ലാവരും കോളേജിൽ ജോയിൻ ചെയ്യുമ്പോൾ കുറേ ടൈപ്സ് ഓഫ് യൂണിവേഴ്സിറ്റീസിനെ കുറിച്ച് കേൾക്കാറുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ കുറേ ടൈപ്സ് ഓഫ് യൂണിവേഴ്സിറ്റീസിൽ കേരളത്തിലുണ്ട്. അതിനകത്ത് ഒന്നാമത്താണ് സെൻട്രൽ യൂണിവേഴ്സിറ്റി, സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി, ഡീംഡ് അല്ലെങ്കിൽ ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റി, പിന്നെ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി. നമുക്കാദ്യം സെൻട്രൽ യൂണിവേഴ്സിറ്റീസിനെ കുറിച്ച് നോക്കാം. പാർലമെൻറ്റിൻ്റെ നിയമപ്രകാരം എസ്റ്റാബ്ലിഷ് ചെയ്ത യൂണിവേഴ്സിറ്റീസാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റീസ്. മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ്റെ കൺട്രോളിലാണ് ഈ യൂണിവേഴ്സിറ്റീസിൽ വരുന്നത്. ഇത് UGC അപ്രൂവ്ഡ് ആണ്. ഇത്തരം യൂണിവേഴ്സിറ്റീസ് അവരുടേതായ അഡ്മിഷൻ പ്രോസസ്സ്, അതുപോലെ തന്നെ എക്സാംസ് കണ്ടക്ട് ചെയ്യാനും സ്വന്തമായിട്ടുള്ള സിലബസ് അവർക്ക് തീരുമാനിക്കാനും സ്റ്റുഡൻസിന് ഡിഗ്രി നൽകാനുള്ള പവർ ഇവർക്കുണ്ട്. കറൻ്റ്ലി ഇന്ത്യയിൽ UGC അപ്രൂവ്ഡ് ആയിട്ടുള്ള 54 സെൻട്രൽ യൂണിവേഴ്സിറ്റീസാണുള്ളത്. എക്സാമ്പിൾ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി, അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി ഓഫ് ഡൽഹി. അടുത്തത് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റീസ്. അതായത് സ്റ്റേറ്റ് ഗവൺമെൻറ്റാണ് ഇത്തരം യൂണിവേഴ്സിറ്റീസ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ചെയ്യുന്നതും ഇവർക്ക് ആവശ്യമായുള്ള ഫണ്ട് നൽകുന്നതും ഇത് നടത്തുന്നതും ചെയ്യുന്നത്. സ്റ്റേറ്റ് ആക്ട് പ്രകാരം സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റീസ് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തമായിട്ട് മാറിയിട്ടുണ്ട്. ഇവർക്കും ഇവരുടെ അഡ്മിഷൻ പ്രോസസ്സ് കണ്ടക്ട് ചെയ്യാനുള്ള പവറും അതുപോലെ തന്നെ എക്സാംസ് കണ്ടക്ട് ചെയ്യാനുള്ളതും ഇവരുടെ തന്നെ സിലബസ് എങ്ങനെ തീരുമാനിക്കാനും സ്റ്റുഡൻസിന് ഡിഗ്രി നൽകാനുമുള്ള പവർ ഇവർക്കും ഉണ്ട്. ഇന്ത്യയിൽ 426 UGC അപ്രൂവ്ഡ് ആയിട്ടുള്ള സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. എക്സാമ്പിൾ കേരള യൂണിവേഴ്സിറ്റി, അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി ഓഫ് കൽക്കട്ട. അടുത്തത് കുറച്ച് വർഷങ്ങളായിട്ട് നമുക്ക് എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള ഒരു ടേമാണ് ഡീംഡ് അല്ലെങ്കിൽ ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റീസ്. ഇത് ഒരു കാലത്ത് അഫിലിയേറ്റഡ് ആയിട്ടുള്ള കോളേജസ് ആയിരുന്നു. പിന്നീട് ഇവരുടെ നല്ലൊരു എസ്റ്റാബ്ലിഷ്മെൻറ്റ് കൊണ്ടും പിന്നെ വലിയ ക്യാമ്പസ്, പിന്നെ കുറേ സ്റ്റുഡൻസിന് ഇൻടേക്ക് ചെയ്യാൻ പറ്റും, നല്ല അക്കാഡമിക് എക്സലൻസ്, ഇത്തരം കാരണങ്ങൾ കൊണ്ടിട്ട് ഇവർക്കൊരു യൂണിവേഴ്സിറ്റി പദവി നൽകിയിട്ടുള്ളതാണ്. എക്സാമ്പിൾ നമ്മുടെ ബാംഗ്ലൂരിലുള്ള ക്രൈസ്റ്റ് കോളേജ് ഇപ്പോൾ അറിയപ്പെടുന്നത് ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റി ആയിട്ടാണ്. ഇത്രയും യൂണിവേഴ്സിറ്റീസും UGC അപ്രൂവ്ഡ് ആണ്. ഇവരുടെ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ വാലിഡ് ആണ്. പക്ഷേ ഇവരുടെ ഓഫ് ക്യാമ്പസ് UGC റെക്കഗ്നൈസ്ഡ് അല്ല. ഇവരുടെ ഓഫ് ക്യാമ്പസസ്, അതായത് മെയിനായിട്ടുള്ള ക്യാമ്പസ് ചിലപ്പോൾ ഇന്ന സ്ഥലത്തായിരിക്കും. ഇവർക്ക് അതുകൂടാണ്ട് ഇവർക്ക് വേറെ സ്ഥലങ്ങളിൽ ക്യാമ്പസ് ഉണ്ടാകും. പക്ഷേ അത്തരം ക്യാമ്പസുകൾ UGC അപ്രൂവ്ഡ് അല്ല. 2-3 വർഷങ്ങൾക്ക് മുൻപ് ജെയിൻ യൂണിവേഴ്സിറ്റി, ബാംഗ്ലൂരിലുള്ള ജെയിൻ യൂണിവേഴ്സിറ്റി ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റിയാണ്. ആ യൂണിവേഴ്സിറ്റി നമ്മളെ കൊച്ചിയിലൊരു ക്യാമ്പസ് ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കുറച്ച് വിവാദങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ശ്രദ്ധിക്കുക, എത്ര ബെറ്റർ നിങ്ങളുടെ മെയിൻ ക്യാമ്പസിൽ തന്നെ പോയി പഠിക്കുന്നതാണ് ബെറ്റർ. അടുത്തത് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ്. ഇവർക്കും ബാക്കിയുള്ള യൂണിവേഴ്സിറ്റീസിനെ പോലെ അവരുടെ കോഴ്സ് കണ്ടക്ട് ചെയ്യാനുള്ളതും സിലബസ് ഡിസൈഡ് ചെയ്യാനുള്ളതും അഡ്മിഷൻ പ്രോസസ്സ്, എക്സാം സ്ട്രക്ചർ, ഫീസ് ഇതെല്ലാം ഡിസൈഡ് ചെയ്യാനുള്ള പവർ ഇവർക്കും ഉണ്ട്. പക്ഷേ ഇവരുടെ കോളേജസ് ഒന്നും അഫിലിയേറ്റഡ് അല്ല. 5 വർഷം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം UGC അവർക്ക് അപ്രൂവൽ കൊടുക്കുകയാണെങ്കിൽ മാത്രമേ ഇവർക്ക് ഓഫ് ക്യാമ്പസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റുള്ളൂ. ഇന്ത്യയിൽ 279 പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് ആണുള്ളത്. എക്സാമ്പിൾ അമിറ്റി, SRM.